നമസ്കാരം. കൊച്ചി കുണ്ടന്നൂരിലെ ബാർ ഹോട്ടലിൽ വെടിവെപ്പ്. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് വെടിവെപ്പുണ്ടായത്. ബാറിൽ നിന്ന് ഇറങ്ങിയ സംഘം വെടിയുതിർക്കുകയായിരുന്നു. ബാറിന്റെ ചുമരിൽ 2 റൗണ്ട് ഇവർ വെടിവെച്ചു. വെടിവെപ്പിൽ ആർക്കും തന്നെ പരിക്കില്ല എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ബാർ ഉടമകൾ പരാതി നൽകിയത് 7 മണിയോടെയാണ്. പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ ബാറിൽ 2 യുവാക്കൾ വെടിവെച്ചു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. 3:30 കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓജീസ് കാന്താരി എന്ന കുണ്ടന്നൂരിലെ ഈ ബാറിലാണ് ഈ വെടിവെപ്പ് നടന്നിരിക്കുന്നത്. ലോക്കൽ ബാറിലാണ് ഈ വെടിവെച്ചിരിക്കുന്നത്. ഇത് പ്രത്യേക സംഘർഷമോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇവർ ബാറിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ബാറിൽ ഈ മദ്യപിക്കുവാനായി എത്തി. ഇവർ രണ്ടുപേരും മദ്യപിച്ച് ഏകദേശം 3:30 മദ്യപാനമൊക്കെ കഴിഞ്ഞ് വലിയ രീതിയിൽ അവർ ഒരു ഉന്മാദത്തിന് അടിമയായി പോയി. അതായത് അവർ ലഹരിക്ക് അടിമയായി. അവർക്ക് കാലുകൾ നിലത്തുറയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇവർ ബില്ല് പൂർണ്ണമായും സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് ഇവർ ഈ ഭിത്തിയിലേക്ക് ഈ വെടി ഉതിർത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിയോട് കൂടിയിട്ടാണ് ഈ വിവരം പോലീസിൽ അറിയിക്കുന്നത്. മരട് പോലീസിൽ ഈ വിവരം അറിയിക്കുന്നത് ഏകദേശം 7 മണിയോട് കൂടിയിട്ടാണ് ഇവർ പരാതി നൽകുന്നതും. അതുവരെ ഈ വിവരം ഈ ബാർ അധികൃതർ മൂടി വെച്ചിരിക്കുകയാണ്. കാരണം ഒരുപാട് ദുരൂഹതകളുള്ള ഒരു ബാറാണിത്. ഓജീസ് കാന്താരി. ഇവിടെ നിരവധി DJ പാർട്ടികളും അതുപോലെ ലഹരി ഉപയോഗങ്ങളടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു ബാറാണ്. ഇവിടെ ലേഡീസിന് പ്രത്യേകമായൊരു ബാർ തന്നെയുണ്ട്. പിങ്ക് ബാർ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിന് റൂഫ് ടോപ്പിലൊരു ബാറുണ്ട്. കൊള്ളസങ്കേതം എന്ന പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പല രീതിയിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ ഇവിടെ എത്തുന്ന പല സംഭവങ്ങളും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിട്ടുള്ളതാണ്. OG സുനിൽ എന്നാണ് ഇതിൻ്റെ ഈ ഓണറുടെ പേര്. ഇയാൾ നമ്പർ 18 എന്ന ഹോട്ടലിൻ്റെ ഉടമയുമായി അടുത്ത സൗഹൃദമുള്ള ആളാണ്. നമ്പർ 18മായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ വന്ന സമയത്ത് ഈ OG സുനിലിനെ പറ്റിയുള്ള ചർച്ചയും രംഗത്ത് വന്നിരുന്നു. ഇയാളെ അന്ന് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ഏറെ വിവാദമായ ഒരു ബാർ കൂടിയാണ് ഈ ഓജീസ് കാന്താരി എന്ന ഇപ്പോൾ വെടിവെപ്പ് നടന്ന ഈ ഒരു ബാർ. എന്തായാലും ഇവിടുത്തെ ലോക്കൽ ബാറിലാണ് ഇത്തരത്തിൽ ഒരു വെടിവെപ്പ് നടന്നിരിക്കുന്നത്. ഈ വെടിയുണ്ട ഇതുവരെയും കണ്ടെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസ് അതിനായുള്ള തിരച്ചിലിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭിത്തിയിലാണ് 2 വെടിയാണ് ഉതിർത്തത്. ഈ ചെറുപ്പക്കാർ 2 പേരും എത്തി. ഈ ഒരു സംശയം ഇപ്പോൾ ഉയരുന്നത് ഇത് എയർ പിസ്റ്റൾ ആണോ എന്നുള്ളതാണ്. കാരണം വെടിയുണ്ട കണ്ടെടുക്കാൻ കഴിയാത്തത് ഈ വെടിയുണ്ട എയർ പിസ്റ്റൾ ആയതുകൊണ്ട് ഇത് ചിതറിപ്പോകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം ഇത്രയും നേരം തിരഞ്ഞിട്ട് പോലീസിന് ഈ വെടിയുണ്ടകൾ കണ്ടെടുക്കാൻ കഴിയാതിരുന്നത്. എന്തായാലും ആ സമയം പോലീസ് എത്തുന്നത് വരെയുള്ള ഈ ജീവനക്കാരെ അടക്കം ഈ ഹോട്ടലിൽ തന്നെ ഈ ബാർ ഹോട്ടലിൽ തന്നെ പോലീസ് പുറത്തു പോകാൻ അനുവദിക്കാതെ ഇവിടെ പൂട്ടി ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഇവരുടെ എല്ലാം മൊഴി പോലീസ് എടുത്തതിന് ശേഷം ഇപ്പോൾ അവരെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. എന്തായാലും കൊച്ചിയിൽ അക്രമ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നടക്കുന്നത്. 8 കൊലപാതകങ്ങളടക്കം നിരവധി ഗുണ്ടാക്രമണങ്ങളും ഒക്കെ ഇപ്പോൾ കൊച്ചിയിൽ നടക്കുകയാണ്. കൊച്ചിയിൽ അഴിഞ്ഞാടുകയാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരും ഗുണ്ടകളും ഒക്കെ. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ 2 ചെറുപ്പക്കാർ ആരാണെന്ന് കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ്. CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്യാം ഗാംഗുലിക്കൊപ്പം R. പിയൂഷ്, മറുനാട് TV, കൊച്ചി.